ആദ്യം ഇതേപോലുള്ള 2 പീസുകൾ കട്ട് ചെയ്യണം. പിന്നെ ഇതേപോലെ 4 പീസുകൾ കട്ട് ചെയ്യണം. പിന്നെ ഇതേപോലെ അത് ഒട്ടിക്കുക. നമ്മൾ ഇത് ഒരുമിച്ച് ഒട്ടിക്കാനായി നമ്മൾ ഇതേപോലെ 5 പീസുകൾ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീതിയിൽ ഇത് ഇങ്ങനെ ഒട്ടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ബലത്തിനായി നടുക്കൊക്കെ പീസുകൾ കയറ്റിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതേപോലെ പ്ലൈവുഡിലോ എല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇത് പെയിൻറ് ചെയ്യാവുന്നതാണ്. ബാക്ക് ടയറിനായി ആദ്യമേ നമ്മൾ ഇതേപോലെ കുറേ പീസുകൾ കട്ട് ചെയ്യണം. പിന്നെ 3 പീസ് ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം ഒരു ചെറിയ പീസ് അതിൻ്റെ നടുക്ക് വെക്കുക. അതിനുശേഷം ഇതേപോലുള്ള 3 പീസുകൾ വെക്കുക. പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിക്കുമ്പോൾ നമ്മുടെ ബാക്ക് ടയർ റെഡിയാകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പെയിൻറ് ചെയ്യുകയും സാൻഡ് പേപ്പർ കൊണ്ട് ഒന്ന് ഉരച്ച് വൃത്തിയാക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഗ്രിപ്പ് ഇടാം. പിന്നെ വേറെ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഞാൻ ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പീസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാക്ക് ടയറിൻ്റെ പണി കഴിഞ്ഞു. ഇനി അടുത്ത ഫ്രണ്ട് ടയറാണ്. ഫ്രണ്ട് ടയറിനായി ഇതേപോലെ 4 പീസുകൾ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ 4 പീസുകൾ ഒരുമിച്ച് ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ടയർ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് സാൻഡ് പേപ്പർ കൊണ്ട് വരയ്ക്കുകയും പെയിൻ്റ് അടിക്കുകയും ഗ്രിപ്പ് ഇടുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഇപ്പം ഫോം ഷീറ്റ് കൊണ്ട് വേണമെങ്കിൽ ടയർ ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. 2 എണ്ണം ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ആക്സിലാണ്. അതിനായി ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ 2 സൈഡിലും ഒരു ഹോൾ ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പേനയുടെ ബോഡി കട്ട് ചെയ്ത് വെക്കുക. ഒരു സൈക്കിൾ കമ്പി കട്ട് ചെയ്ത് ഇതേപോലെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുക. ഇത് നമ്മുടെ ഫ്രണ്ട് ആക്സിലിന് വേണ്ടിയാണ്. ഇത് 2 എണ്ണം ഉണ്ടാക്കുക. അത് നമ്മുടെ ടയറിൽ പയ്യെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ഈ ഹോളിൽ കൂടെ നമ്മൾ നേരത്തെ എടുത്ത ആ ഹോളിൽ കൂടെ പയ്യെ കയറ്റുക. ഇപ്പോൾ നമ്മൾ ഒരു ടയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ ഇതൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇനി അപ്പുറത്തെ ടയറും ഇതേ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ഭാഗം ഒന്ന് കുറച്ചൊന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ആക്സിലല്ലേ, അതിന് വേണ്ടിയാണ്. ഇത് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ നോക്കുക. ഇത് കറക്റ്റായില്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മൂവ്മെൻറ്റിന് വ്യത്യാസം വരും. ഇതേപോലെ ഞാൻ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് വശത്തും വെച്ച് 2 ടയറിനും വെച്ച്. ഇതിപ്പോൾ നമ്മുടെ ടയർ നല്ലതുപോലെ ഇരുന്നോളും. അല്ലെങ്കിൽ ടയർ കിടന്ന് കുലുങ്ങുകയൊക്കെ ചെയ്യും. ഇപ്പം നമുക്ക് കാണാം, നമുക്ക് ഇതേപോലെ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ വളഞ്ഞ് കിട്ടും. നമ്മുടെ ഈ ടയറിനൊരു ഗ്രിപ്പിന് വേണ്ടി നമ്മൾ ഇവിടെ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് പോർഷനിൽ നമ്മളിത് ഒട്ടിക്കണം. നമ്മളിപ്പോൾ ഇതേപോലെ ഇങ്ങനെ കിട്ടും. ഇതേപോലെയാണ് വണ്ടി വളയുന്നത്. നമ്മുടെ ഫ്രണ്ട് ആക്സിൽ കട്ടിങ്ങുമായിട്ട് ചേർത്ത് ഒട്ടിക്കാൻ ശ്രമിക്കുക. അതാകുമ്പം ഇതേപോലെ ഒരു ഡിസ്റ്റൻസ് കിട്ടും. ഇതാകുമ്പോൾ നമ്മുടെ ബോഡിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ഇത് ഒരു ഒറിജിനാലിറ്റി ലുക്കൊക്കെ കിട്ടും ഇത്രയും ഡിസ്റ്റൻസ് കൊടുക്കുമ്പോൾ. ഇതേപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ ഫ്രണ്ട് ആക്സിലിൻ്റെ കമ്പി ലോക്ക് ചെയ്യാനാണ്. ഇതാകുമ്പോൾ നമ്മുടെ ടയറിന് നല്ലൊരു റൊട്ടേഷൻ കിട്ടുന്നതാണ്. ഈ പീസ് പയ്യെ നമ്മുടെ കമ്പിയിലോട്ട് സെറ്റ് ചെയ്യുക. ഇത് സെറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഈ പീസ് ഒടിയാതെ നോക്കണം. ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇപ്പം ഇതേപോലെ കറങ്ങുന്നത് ഉറപ്പാക്കുക. ഇതേപോലെയാണ് കറങ്ങേണ്ടത്. ഇത് സെറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഈ കമ്പി നമ്മുടെ പീസുമായിട്ട് ഒട്ടിക്കരുത്. അപ്പോൾ ഇതേപോലെ നല്ല മൂവ്മെൻറ്റ് കിട്ടത്തില്ല. ഇനി നമ്മൾ അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മുടെ മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പീസ് എടുക്കുക. ഇതിൻ്റെ 2 സൈഡിലും ഓരോരോ ഹോൾ ഇടുക. ഒരു ഹോള് നമ്മുടെ മോട്ടറിലും സെറ്റ് ചെയ്യുക. മറ്റേത് നമ്മുടെ നമ്മൾ നേരത്തെ എടുത്ത ആ പീസിലും സെറ്റ് ചെയ്യുക. ഇപ്പം ഇത് നല്ലതുപോലെ ഈ മോട്ടർ സെറ്റ് ചെയ്തിട്ട് നല്ലതുപോലെ വളയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.
ഇത് നമ്മൾ ആ പീസുമായിട്ടൊന്ന് ഒട്ടിക്കുക. നമ്മൾ സൈക്കിൾ കമ്പിയാണ് ആ പീസുമായിട്ട് ചേർത്ത് വെച്ചേക്കുന്നത്. ഇനി ഇത് നമ്മൾ നല്ലതുപോലെ കറങ്ങുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുവാണ്. പിന്നെ നല്ലതുപോലെ കറങ്ങുന്നുണ്ടോ ഉറപ്പായി. പിന്നെ നമ്മുടെ ഒരു RC ബോർഡ് നമ്മുടെ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ ഇലക്ട്രിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ്. ഇതേപോലെയാണ് ഇതിരിക്കുന്നത്. നമ്മളിത് റീചാർജബിൾ ആണ്. നിങ്ങൾക്ക് വേണോ ഇത് ഹൈപ്പർ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആൻറ്റിനയും നമ്മുടെ ചാർജിങ് ഇൻഡിക്കേഷനും ഈ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. ആദ്യത്തെ 2 വയറ് റൈറ്റും ലെഫ്റ്റും വളയുന്നതിനും, രണ്ടാമത്തെ 2 വയറ് നമ്മുടെ ബാക്കിലത്തെ പോർഷനിലേക്കാണ്. പിന്നെ നമ്മൾ ഗിയർ മോട്ടർ എടുത്തിട്ടുണ്ട്. ഗിയർ മോട്ടറാണ് നമ്മൾ ഇതേ ഒരു പീസിനകത്ത് ഗിയർ മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്ക് ടയർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വയറിങ് കണക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ബാക്ക് ടയർ നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശത്തായിട്ട് നമ്മൾ ആ പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പയ്യെ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ റെഡ് വയറും ബ്ലാക്ക് വയറും നമ്മുടെ ബാറ്ററിയിലേക്ക് സെറ്റ് ചെയ്യുക. നമ്മുടെ ഫ്രണ്ടിലത്തെ 2 വയറ് നമ്മുടെ ഫ്രണ്ടിലത്തെ മോട്ടറിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വയറ് ചെറുതായതുകൊണ്ട് നമ്മളിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇത് നല്ലതുപോലെ സോൾഡർ ചെയ്യുക. നമ്മൾ ഫ്രണ്ടിലത്തെയും നല്ലതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് സോൾഡർ ചെയ്യുക.